സമർപ്പണ. അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ നടന്നൊരു കാല് ലോകത്തുണ്ടാവൂല. അടിസ്ഥാനപരമായി ഈ മനുഷ്യൻ ബാബിലോണിയക്കാരനാണ്. അതേ മനുഷ്യന്റെ കാൽപാദം കഅബാലയത്തിന്റെ മുറ്റത്തുണ്ട്. ആ കാൽപാദം വെറുതെ അല്ല. നിങ്ങൾ വിചാരിക്കണ്ട, ആ കാൽപാദം വെറുതെ അല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും ഇമ്പോസിബിൾ. ആ കാൽപാദം നിനക്കൊരു മാനദണ്ഡമാണ്. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ആ കാൽപാദത്തിന്റെ അടയാളമുള്ള കല്ലിന്റെ ബാക്കിൽ വന്ന് നിസ്കരിക്കണം. എന്തേ? ആ കല്ലിൽ ഒരു അടയാളമുണ്ട്, ഒരു കാലിന്റെ. ആ കല്ല് അലിഞ്ഞതാണ്. ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. രണ്ട് കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒന്ന് ഇബ്രാഹിം ചവിട്ടിയ മഖാം ഇബ്രാഹിം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെയോ ഹജറുൽ അസ്വദും അൽ ഹജറു വൽ മഖാമു യാഖൂതാനി മിൻ യവാഖീതിൽ ജന്ന. സ്വർഗത്തിലെ മാണിക്ക കല്ലുകളിൽപ്പെട്ട രണ്ട് കല്ലുകളാണ് ഹജറുൽ അസ്വദും മഖാമു ഇബ്രാഹിമും എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ പുറത്തേക്ക് കാലെടുത്ത് വെച്ചു സയ്യിദ് ഇബ്രാഹിം. ഇബ്രാഹിം ഇബ്രാഹിമിന്റെ കാല് വെച്ചപ്പോൾ ആ ബഹുമാനം കാരണം ആ കല്ലരിഞ്ഞു. അതങ്ങെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഉരുകിത്തീരുന്നു. അതാണ് ആ കല്ലാണ്. എന്തേ ഈ കല്ലിന് ഇത്രയും മനുഷ്യന് പേടിയായത്? സമർപ്പിച്ചതാ. ആർക്ക്? അങ്ങനെ ആകാൻ നമുക്കൊക്കെ കഴിയും. ഈ മനുഷ്യൻ അള്ളാഹു കൊണ്ട് ജീവിച്ചതാ. അള്ളാഹു കൊടുത്തു. അള്ളാഹു തന്നെ തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. ഇന്നലെ വെള്ളിയാഴ്ച രാവാണ്. എല്ലാവരും ദുആ ചെയ്തിട്ടുണ്ടാവും. എന്തിന്? നിഅമത്തുകൾക്ക്. എന്തിനാണ് നിഅമത്ത്? സുഖിക്കാന്. അവിടെയാണ് നമ്മൾ അള്ളാഹ്ക്ക് എതിരാവുന്നത്. അതുകൊണ്ട് ഇരന്ന് നമ്മൾ നിഅമത്ത് വാങ്ങിയിട്ട് സുഖിക്കുകയാണ്. ഇബ്രാഹിമിനോ ഇറക്കാതെ കൊടുത്തിട്ട് സുഖിക്കാതിരിക്കുകയാണ്. മനസ്സിലായില്ല? ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലേ, മുതലില്ലായ്മയും ഒരു മാനദണ്ഡേ അല്ല. അതൊന്നും മാനദണ്ഡമല്ല. സമർപ്പണമാണ് മാനദണ്ഡം. അത് ഫഖീറും സമർപ്പിക്കണം, മലയാളിയും സമർപ്പിക്കണം.